ഹലോ ഫ്രണ്ട്സ്, എന്നോട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണമാണ്. ഓണമാണെങ്കിലും എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് വന്നേക്കും കേട്ടോ. രാവിലെ തന്നെ മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്താണ് ചെറിയൊരു വലിയ വിഷമമുണ്ട്. കാരണം ഓണത്തിന് ലീവ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമുക്കിതൊന്നൊരു പുത്തരിയല്ല, എന്നാലും ചെറിയൊരു വിഷമം. അപ്പോൾ ഹോസ്പിറ്റലിലെ അത്തപ്പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. 2-3 ദിവസം മുമ്പേ നമ്മുടെ ഹോസ്പിറ്റലിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ വേഗം ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഈ ഒരു സമയത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് ഇതുപോലെ അങ്ങനെ ചില ജോലികൾക്കുണ്ടല്ലോ, കറക്റ്റ് സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എനിക്കങ്ങനെ കണ്ടിന്യൂസ് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാത്തത് കൊണ്ട് പല പല പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം വേറെ വഴിയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് 8ന്റെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കും കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അന്നത്തെ ഡ്യൂട്ടിയൊക്കെ പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പം നമ്മുടെ വീട്ടിലെ ഓണാഘോഷം ഇപ്രാവശ്യം പള്ളിയിലാണ് എല്ലാവരും കൂടെ ഓണാഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ ഞാൻ വന്നപ്പോഴത്തേനും കഴിഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വൈകുന്നേരം ഒരു കോൾ വരുന്നത്. താഴേന്ന് എൻ്റെ ഒരു കസിൻ, അവൾ വിളിക്കുന്നു. നമുക്ക് താഴെ രാത്രിയായി കേട്ടോ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കളിക്കാം, ഗെയിംസ് ഒക്കെ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വിളിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ താഴെ ചെന്നു. ഫസ്റ്റ് എന്താ ആദ്യം കളിക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തു. ഫസ്റ്റ് കുളം കരയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കേട്ടോ. കുറച്ച് കിട്ടിയ ബെഡ്ഷീറ്റൊക്കെ വട്ടത്തി ചുരുട്ടി വെച്ചിട്ട് ഞങ്ങൾ കുളം കര കളിക്കുവാണ്. അപ്പോൾ ഇതാണെങ്കിൽ പകുതി പേര് കള്ളക്കളി കേട്ടോ. ഇതാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള അതിന്റെ വോയിസ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കത്തില്ല. അതുപോലെ ചിരിയും ഭയങ്കര ഒച്ചത്തിലുള്ള വർത്താനമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. അട്ടഹാസം പൊട്ടിച്ചിരിയും ഇതും മാത്രമേ ഇതിനകത്തുള്ളൂ, ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഭയങ്കര രസമായിരുന്നു. കാരണം ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അവസരമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് കുളംകരയിൽ ആരും സമ്മതിക്കുന്നില്ല, ഔട്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. ഇതൊരു മണിക്കൂർ ഈ കളി നീണ്ടു നിന്ന് കേട്ടോ. ചിലരൊന്നും ഔട്ടായി എന്ന് സമ്മതിക്കുന്നില്ല, പ്രത്യേകിച്ച് ജോണൊക്കെ. അപ്പൊ ആണെങ്കിൽ അങ്ങനെ ഈ കളി കുറെ നീണ്ടു. അപ്പൊ ആക്സലിനാണെങ്കിൽ അവനും കളിക്കണം എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ഇവിടെ കയറിയിരിക്കുവാണ്, അവൻ ഇറങ്ങുന്നില്ല. പിന്നെ ഞാൻ അവനെയും വെച്ചിട്ടാണ് ഈ കുളംകര കളിക്കുന്നത്. അപ്പൊ കുളംകരയിൽ ഫസ്റ്റ് ആൻസി ആൻറ്റിക്കും സെക്കൻഡ് എനിക്കുമാണ് കിട്ടിയത് കേട്ടോ. അവസാനം ഈ കുളംകര ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ ഫസ്റ്റ് അവിടെ ഇരുന്ന ഗ്ലാസ് സമ്മാനമായിട്ട് കൊടുക്കുവാണ് ആൻസി ആൻറ്റിക്ക്. പിന്നെ അടുത്ത കളി എന്ന് പറയുന്നത് നമ്മുടെ കസേര കളിയാണ്. കസേര കളിക്കാൻ വേണ്ടി നമ്മളവിടെയുള്ള കസേരയൊക്കെ വട്ടത്തിൽ ചുറ്റുവിട്ടു. അങ്ങനെ എല്ലാവരും കസേര കളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. ഇതിനും സെയിം നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ആരും ഔട്ടായെന്ന് സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ അവസാനം ആ ഒരു കളിയും ഏകദേശം അതിനും എനിക്കാണെന്ന് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ, നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ്. ഞാനാണെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമിച്ചാണ് ഞാൻ പോയതും വന്നതും. ഭയങ്കര വിഷമിച്ച് ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുവായിരുന്നു. കാരണം നമുക്കൊരു ഓണാഘോഷം ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് എന്തോ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു കേട്ടോ വന്നപ്പം. പക്ഷെ ഈ ഒരു സംഭവം ഇതോടെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. വൈകുന്നേരം ഈ ഒരു ഇതെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ആശ്വസിക്കുമായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ ഓണമൊക്കെ ആഘോഷിക്കുന്നു. അങ്ങനെയൊക്കെ എല്ലാ സംഭവത്തിനും നമുക്ക് ഈ നഴ്സുമാരുടെയും അതുപോലെ ചില ജോലികളുടെയും അവസ്ഥയാണ്. നമുക്കിതൊന്നും ഒന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളൊരവസ്ഥയുള്ളപ്പം നമുക്ക് ഇടയ്ക്ക് ഭയങ്കര വിഷമമാകും. അപ്പം എന്താണെങ്കിലും ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഇതൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് നമ്മുടെ വടംവലി കേട്ടോ. അപ്പോൾ വടംവലിക്ക് വേണ്ടി നമ്മൾ സെയിം ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അതിൻ്റെ നടുക്ക് ഒരു തോർത്ത് കെട്ടിയിട്ട് നമ്മൾ വടംവലി നടത്തുവാണ്. അതെങ്കിൽ അത് അല്ലേ, നമ്മളിപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യണം എന്നല്ല, അതല്ലേ നമ്മൾ ഹാപ്പി ആകുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെങ്കിൽ അത്, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പൊ ഇതൊക്കെ ഭയങ്കര നമുക്ക് മൈൻഡ് നമ്മുടെ ഭയങ്കര റിലാക്സ് ആകും. ഭയങ്കര നമ്മളെല്ലാം മറക്കും ആ ഒരു സമയത്ത് അല്ലേ. അടിപൊളിയായിട്ട് ഈ കളിയും ഞാനും മരിയ സിമരി ഈ ഒരു ടീമാണ് ജയിച്ചത്. ജോണിന്റെ ടീം തോറ്റു. അതിൽ ജോൺ പ്രതിഷേധിച്ച് നിലത്ത് കിടക്കും കേട്ടോ. ജോൺ അതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് ഇല്ല സമ്മതിക്കൂല, ഞങ്ങളാണ് ജയിച്ചത് അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് ജോണ്. അപ്പൊ ലാസ്റ്റ് പിടിക്കുന്നതിന് മുമ്പ് സംഭവം വഴി തുടങ്ങും അവിടെ. അങ്ങനത്തെ സംഭവങ്ങൾ അടിപൊളിയായിരുന്നു. എല്ലാവരും തന്നെ കുറെ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല രസമാണ്. ഇടയ്ക്ക് ഇവരൊക്കെ ലീവിനൊക്കെ വന്നു, മരിയൊക്കെ. അപ്പൊ അതുകൊണ്ട് നല്ല രസമാണ്, കുറെ ആൾക്കാരും ഒക്കെ ഉള്ളത് കൊണ്ട്
നല്ല രസമായിരുന്നു. ഇപ്പൊ രാത്രിയാണ് കേട്ടോ. രാത്രിക്കാകുമ്പം വീഡിയോയ്ക്കൊന്നും അത്ര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന സംഭവമാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വാലുപറിയാണ് നടക്കുന്നത് ഇവിടെ. അത് വാശിയേറിയ വാലുപറി മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ വാലുപറി എന്ന് പറയുന്നത് എനിക്ക് പേടിയാ കേട്ടോ. ഭയങ്കര എനിക്കൊരു ടെൻഷനാണ് ഈ വാലുപറി എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതുകൊണ്ട് ഞാൻ വാലുപറിക്ക് ഞാൻ കൂടിയിട്ടില്ല. അതിനിടയ്ക്ക് ഒരു സംഭവം കൊണ്ട് വന്നേക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കപ്പളങ്ങയാണ്. കപ്പളങ്ങയ്ക്കകത്ത് ഉപ്പും മുളക് പൊടിയും വിതറിയതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ പൊന്നെ, അത് പാത്രം കൊണ്ടുവന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഭയങ്കര ആ ഒരു മൂഡ് ആ ഒരു സമയത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പച്ച കപ്പളങ്ങയാണ്. അതിനകത്തോട്ട് നമ്മളീ മാങ്ങയൊക്കെ കഴിക്കത്തില്ലേ, ഉപ്പും മുളകും വിതറിയിട്ട് അതുപോലെ അതേ സെയിം പുളിയില്ലെന്നേ ഉള്ളൂ, എന്നാലും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അടുത്ത നമ്മുടെ കളി എന്ന് പറയുന്നത് ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ആക്സലിനെ ഒന്ന് ചുമ്മാ സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ച് അവന് വേണ്ടിയിട്ട് അവനും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ മിഠായി പെറുക്കൽ മത്സരമാണ് അടുത്തത് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുപ്പി വെള്ളം നിറയ്ക്കലുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ അവിടെയുള്ള എന്തോ കല്ലോ മണ്ണോ എന്തോ പെറുക്കിയിട്ട് അവിടെ എല്ലാരും എന്താണ് മിഠായി പെറുക്കൽ മത്സരം നടത്തുവാണ്. അപ്പം ആക്സലിന് ഇതൊന്നും ഇതിന്റെ ഒരു കളീന്റെ സംഭവങ്ങളൊന്നും അറിയത്തില്ല. അപ്പം കുറച്ച് അവൻ പെറുക്കുന്നു, കുറച്ച് അവൻ തന്നെ എറിയുന്നു. അവൻ പെറുക്കിയതൊന്നും അവൻ എണ്ണാനൊന്നും നിന്നില്ല, അവൻ മുറ്റത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അപ്പൊ അതെങ്കിൽ ഇതൊക്കെ രസമല്ലേ. അപ്പൊ ഇതിനകത്ത് ആരാണ്, മരിയാണോ ജോണാണോ, ആരോ ഒരാളാണ് ജയിച്ചെന്ന് തോന്നുന്നു. അപ്പൊ അടുത്ത നമ്മുടെ കളി എന്ന് പറയുന്നത് എന്താണ്, കുപ്പി വെള്ളം നിറയ്ക്കലാണ് അടുത്ത കളി എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്രൂപ്പാണ്. ആൻസി ആന്റി അമ്മയൊക്കെ ഒരു ഗ്രൂപ്പ്, ഞാന് മരിയ സിമരിയ വേറെ അടുത്ത ഗ്രൂപ്പ്. സോറി കേട്ടോ. കുപ്പിവെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോൾ പാസിംഗ് ആണ് നടക്കുന്നത്. ബോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുഷ്യൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ പപ്പയൊക്കെ വന്നത്. പപ്പ പള്ളീൻ്റെ ഇവിടെ വർത്താനം പറയാനൊക്കെ പോയിട്ട് ആ ഒരു സമയത്താണ് വന്നത്. അപ്പൊ ബോൾ പാസിംഗ് എന്താണ് അതിവാശിയേറിയ ബോൾ പാസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കയറി ആക്സൽ നിൽക്കുവാണ്. അപ്പൊ ആക്സലിന് ഇതൊക്കെ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ അവൻ അത് പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കണം. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ. ബോൾ പാസിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ അപ്പച്ചൻ വീട്ടിൽ അമ്മയൊക്കെ ബോൾ പാസിംഗിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അമ്മേന്റെ മെയിൻ ഒരു ഇതാണ്, അമ്മേന്റെ തട്ടകമാണ് ഈ ബോൾ പാസിംഗ് എന്ന് പറയുന്ന സംഭവം. പള്ളിയിലും അമ്മയ്ക്കൊക്കെ ആയിരിക്കും എപ്പോഴും ഫസ്റ്റ്, അതായത് അപ്പച്ചൻ വീട്ടിൽ അമ്മയ്ക്ക് വല്യമ്മച്ചി. അപ്പം അങ്ങനെ ഇതൊക്കെ ഭയങ്കര രസമല്ലേ, വല്ലപ്പോഴും നടക്കുന്ന സംഭവമാണ്. ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു സന്തോഷം, ഈ ഒരു എല്ലാരും കൂടെ കൂടിച്ചേർന്ന് ഈ ഒരു ഇതൊക്കെ അല്ലേ നല്ല അടിപൊളി. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് മത്സരങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും നമ്മുടെ അധികം ഇല്ല കേട്ടോ. ഇപ്രാവശ്യമാണ് വീണ്ടും പള്ളിയിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പള്ളിയിലൊന്നും. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓണത്തിന് ഭയങ്കര കളികളും വടംവലി, കസേരകളി, ഇതുപോലത്തെ കളികളും ഗെയിംസും മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തപ്പൂക്കള മത്സരം ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ല കേട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് സങ്കടമായിരുന്നു. കഴിഞ്ഞ വർഷം അതായിരുന്നു, ഈ വർഷം അങ്ങനെ. ഈ വർഷം പിന്നെ എനിക്ക് കൂടാനും പറ്റിയില്ല. അങ്ങനത്തെ ഒരു വിഷമമൊക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ന് പറയുന്ന, ആഘോഷങ്ങൾ എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ മൈൻഡ് റിലാക്സ് ആകാനോ അല്ലേ, അത്രയ്ക്ക് ഒരു രസമാണ്. ഇതൊക്കെ നോക്ക് എന്ത് രസമാണ്, എല്ലാരും കൂടെ കൂടി ഇങ്ങനെ ഒരു ഇതല്ലേ ഒരു ദിവസം. ഇതൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഡ്യൂട്ടിക്ക് പോവുക വരിക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള അതല്ലാണ്ട് അല്ലേ, ഇതൊക്കെയല്ലേ ഒരു രസം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓർക്കാൻ വേണ്ട. അപ്പൊ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊരു ദിവസമായിരിക്കുമെന്ന്. കാരണം ഭയങ്കര സങ്കടത്തോടെയാണ് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയത്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് ഭയങ്കര ഒരു മര്യാദയ്ക്ക് ഒരു ഓണസദ്യ പോലും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. സദ്യ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേനും ഇന്നത്തെ ഓണം ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ എന്നാലും രാത്രിയായപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ വർഷം ഞാൻ ഇത്രയും ചിരിച്ചു കാണുമോ അല്ലെങ്കിൽ സന്തോഷിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും ഞാൻ ഹാപ്പിയായി കേട്ടോ ഈ ഒരു ദിവസം, ഈ ഒരു രാത്രി ഉണ്ട്. അപ്പം വീണ്ടും നമ്മൾ പിറ്റേ ദിവസം അതേപോലെയാണ്. എന്നാലും അപ്പൊ പക്ഷെ ലാസ്റ്റ് നമ്മുടെ ബോൾ പാസിങ്ങിന്റെ ഫൈനലിൽ അപ്പച്ചൻ വീട്ടിൽ അമ്മ, അസിമരിയ, ജെയിനും ആണ് എത്തിയേക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പാപ്പനും കൂടെ ലാസ്റ്റ് ജോയിൻ ചെയ്തു. അപ്പം ജെയിനാണെങ്കിൽ പാപ്പനെ കളിക്കാൻ വിടുന്നില്ല, പറ്റില്ല, ഇടയ്ക്ക് കയറി വന്നയാളെ കൂട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ജെയിനാണെങ്കിൽ പാപ്പനെ ഉന്തി വിടുവാണ്. എന്നാലും ലാസ്റ്റ് പാപ്പനും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് ബോൾ പാസിങ്ങിന്റെ ഫൈനലിൽ പിന്നെ ആരാ ജയിച്ചത്, പാപ്പനാണോ അസിമരിയാണോ, ആരോ ഒരാളാണ് കേട്ടോ ജയിച്ചത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാണ്ട് എറിയലാണ് പണി രണ്ടുപേരും കൂടെ.
എന്നാലും ഇതൊക്കെ രസമാണ് കേട്ടോ. ഇന്ന് പിന്നെയാണെങ്കിലും പിന്നെ എന്താണ് മഴയൊന്നും ഇല്ലായിരുന്നു. നല്ല അടിപൊളി കാലാവസ്ഥയൊക്കെ ആയിരുന്നു. നല്ല വെയിലൊക്കെ ആയിരുന്നു. രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അതുപോലത്തെ മഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചു കണ്ണ് പോലും രാവിലെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കണ്ണ് പോലും കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലത്തെ മഞ്ഞ്, കോടമഞ്ഞൊക്കെ. ഞാൻ വിചാരിച്ചു ഇത് എന്ത് പറ്റി ഇന്ന് എന്നൊക്കെ. അപ്പൊ അങ്ങനെ തന്നെ ഒരു മഞ്ഞും അങ്ങനത്തെ തന്നെ ഒരു കാലാവസ്ഥയൊക്കെയായിരുന്നു ഇന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല വെയിലൊക്കെ തെളിഞ്ഞു, മഴയാണെങ്കിലോട്ട് പെയ്തുമില്ല. അപ്പൊ അടിപൊളിയായിട്ട് നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു ഇന്ന് നമ്മളുടെ ഓണത്തിന്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ജോണും മരിയം പാപ്പനും ഒക്കെ എത്തിയിട്ടുണ്ട് ഫൈനലില്. അപ്പൊ ജോൺ എന്ത് ചെയ്താൽ സമ്മതിക്കാനുണ്ട്. ജോൺ ഔട്ടായാലും ജോൺ സമ്മതിക്കൂല, ജോൺ പോകൂല. അങ്ങനെ കുറെ കളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ലേറ്റ് ആകുവാണ്. പകുതി ജോണും ജെയിനൊന്നും സമ്മതിക്കൂല ഔട്ടായാലും. അപ്പൊ അങ്ങനെ ലാസ്റ്റ് മരിയയും പാപ്പനും കൂടെ എത്തി. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശിപ്പിച്ച് ഉന്തി കളിക്കുവാണ്. ആരും പിടിക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് മരിയ ജയിച്ചു, പാപ്പൻ സെക്കൻഡ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇനി അടുത്ത കളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സാരി ഉടുക്കൽ മത്സരമാണ്. സാരി ഉടുക്കലാണ് അടുത്തത്. അപ്പൊ പാപ്പനും ഇവര് മൂന്നുപേരും കൂടെ സാരി ഉടുക്കലാണ് അടുത്ത മത്സരം. ഇതേ മത്സരം നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. കോമഡി ഒക്കെ ആയിട്ട് അടിപൊളി സംഭവമായിരുന്നു പള്ളിയിലെ സാരി ഉടുക്കൽ മത്സരം. അപ്പൊ അതങ്ങ് നമ്മൾ വിചാരിച്ചു ഒന്ന് വീട്ടിലും കൂടെ അടിപൊളിയായിട്ട് നടത്താന്ന്. അപ്പൊ ഇവര് മൂന്നുപേരും കൂടെ സാരി ഉടുക്കൽ മത്സരമാണ് നടക്കുന്നത്. പപ്പ ഫസ്റ്റ് തന്നെ ഉടുത്ത് കഴിഞ്ഞ് സാരി. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഉടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര രസമായിരുന്നു. ഇത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. എല്ലാവരും ചിരിച്ച് മടുത്ത് ലാസ്റ്റ് എല്ലാവർക്കും ചിരിച്ച് വേറെ എന്തോ ഒരു ലെവലിലേക്കായി കേട്ടോ. അതുപോലെ അടിപൊളിയാണ്. പിന്നെ ഇവർക്ക് ഉടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും കൂടെ ഉടുപ്പിച്ച് കൊടുത്തു. പിന്നെ ഇവിടെ ഫാഷൻ ഷോ ആണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. റാം വാക്കാണ് നടക്കുന്നത്. ഫസ്റ്റ് പപ്പ വരുന്നു, പിന്നെ പാപ്പ വരുന്നു, അങ്ങനെ ഓരോരുത്തരായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും ചിരിച്ചൊരു വഴിയായി കേട്ടോ. ഇത് ഏകദേശം ഇപ്പൊ തന്നെ 8-9 മണി ആകാറായ ഒരു സമയത്താണ് ഇത് കേട്ടോ. ഇനി ഇതോടെ നമ്മുടെ മത്സരം അവസാനിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ലാസ്റ്റ് പാപ്പന്റെ വരവോടുകൂടി നമ്മുടെ സാരി ഉടുക്കലിന്റെ റാമ്പ് വാക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് അടുത്ത പരിപാടി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എല്ലാരും കൂടെ സൈഡായി കേട്ടോ. സൈഡായെന്ന് പറഞ്ഞാൽ എല്ലാരും മടുത്ത്, കുറെ കളിയായല്ലോ, ഭയങ്കര ആക്റ്റീവായിട്ട്. ഇനി എല്ലാരും ഭക്ഷണം കഴിച്ച് എല്ലാരും വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. കാരണം ഭയങ്കരമായിട്ട് എല്ലാരും മടുത്തു. അങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. ചോറും ഇതെല്ലാം കൂടെ ചട്ടിയോടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തെ നമ്മുടെ സദ്യയുടെ കറികളൊക്കെ ഉണ്ട്, പിന്നെ ചോറും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ ചോറും കറീൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നേരത്തെ ആക്സലാണെങ്കിൽ ഉറക്കമൊക്കെ വന്നു തുടങ്ങി. എല്ലാവരും നല്ലോണം മടുത്തു. കാരണം അതുപോലെ എല്ലാവരും ഇതൊക്കെ കളിച്ചു. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ഓണത്തിന്റെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.